ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങളൊരു ഇലക്ട്രോണിക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ പോവാണ്. അപ്പോൾ ഈ ഷോപ്പ്, ഞങ്ങൾ പോയ ഷോപ്പ് റോഡിൻ്റെ നല്ല തിരക്കുള്ള റോഡിൻ്റെ സൈഡിലാണുള്ളത്. ശരിക്കും ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു 4-5 കാറിന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഒരു കാറിനും പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ഒരു 5-6 ബൈക്ക്, ചിലപ്പോൾ സ്റ്റാഫിൻ്റെ ആവാം, അതല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ആവാം. പക്ഷെ അത് ക്രോസിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കിട്ടുന്നുണ്ട്, ഒരു കാർ പോലും പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും കാർ പാർക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ തന്നെ എനിക്കുണ്ടായൊരു ഫീലിംഗ്, ഒരു മുഷിപ്പോട് കൂടിയിട്ട് നല്ല തിരക്കുള്ള റോഡിൻ്റെ ഓരത്ത് ഒന്ന് കാർ ഒതുക്കിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഷോപ്പിലേക്ക് കയറി ചെന്നു. ഷോപ്പിലേക്ക് കയറി ചെന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അവിടെ ആരുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമത് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ, വാങ്ങിക്കാൻ വന്ന ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആളില്ലാത്തത് ഞങ്ങൾക്ക് കുറച്ചൊരു മുഷിപ്പുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ കൗണ്ടറുള്ള ആളോട് ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് വേണ്ട സാധനത്തിൻ്റെ പേര് പറഞ്ഞു. വാഷിംഗ് മെഷീനാണ് വേണ്ടത്. അപ്പോൾ പുള്ളിക്കാരന് അത്ര വലിയ താല്പര്യമില്ലാതെ ഞങ്ങളുടെ മുഖത്ത് പോലും നോക്കാതെ പറഞ്ഞു, അതൊന്നും ഇവിടെ അല്ല, അതൊക്കെ താഴത്തെ ഫ്ലോറിലാണുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അതൊന്നും വേണ്ട, പുറത്തുകൂടെ നിങ്ങൾ പോയിട്ട് വന്നാൽ കാണാൻ പറ്റും. ഈ രീതിയിലാണ് ഞങ്ങളോട് ബിഹേവ് ചെയ്തത്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും മൂന്നാമത്തെ അനുഭവം വളരെ മുഷിപ്പുണ്ടാക്കുന്നതായിരുന്നു. നേരെ മറിച്ച് അവിടെ ഒരാൾ അവിടെ വരുന്ന വണ്ടികളൊന്ന് അറേഞ്ച് ചെയ്ത് വരുന്ന വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, കയറി വരുന്ന സമയത്ത് ഞങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ, മൂന്നാമത് ഞങ്ങൾ ചോദിച്ച സമയത്ത് സാറിന് ഇതാണോ വേണ്ടത്, കുഴപ്പമില്ല സാർ എൻ്റെ കൂടെ വരും, ഞാൻ കൊണ്ട് കാണിച്ചു തരാമെന്ന് പറയുന്നതിൽ പറയുന്നൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഈ 3 എക്സ്പീരിയൻസ് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാതെ ഇറങ്ങിപ്പോന്നു. വേറെ ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് വേണ്ട സാധനം വാങ്ങിച്ചത്. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ആ കസ്റ്റമർക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, അത് വാങ്ങിക്കാൻ തീരുമാനിച്ചത് മുതൽ പാർക്ക് ചെയ്ത് തിരിച്ച് വണ്ടി എടുത്ത് പോകുന്നത് വരെയും, അതോടൊപ്പം അതിന് ശേഷമുള്ള കസ്റ്റമർ സർവീസും വാറണ്ടിയും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നന്നാകുമ്പോഴാണ് ആ സ്ഥലത്ത് വാങ്ങാൻ വരിക എന്ന് പറയുന്നത് ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ ഷോപ്പ് ഒരു കംഫർട്ട് സോൺ ആയിക്കഴിഞ്ഞാൽ അതിലൂടെ ആ കസ്റ്റമർക്ക് ട്രസ്റ്റ് ഫീൽ ചെയ്യും. കംഫർട്ടും ട്രസ്റ്റുമാണ് ഒരു കസ്റ്റമറെ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയോ നിങ്ങളുടെ സർവീസിൻ്റെയോ നിങ്ങളുടെ ഷോപ്പിൻ്റെയോ റിപ്പീറ്റഡ് കസ്റ്റമറാക്കി മാറ്റുന്നത്. സോ ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് യുവർ കസ്റ്റമർ എക്സ്പീരിയൻസ്.